പോലീസിനെതിരെ പരാതി അറിയിക്കാൻ വാട്സ്ആപ്പ് നമ്പർ പ്രഖ്യാപിച്ച് PV അൻവർ MLA. ഭയപ്പെട്ട് പുറത്ത് പറയാത്ത സംഭവങ്ങളെല്ലാം അറിയിക്കാനുള്ള അവസരമാണെന്നും കേരളത്തിലെ സഖാക്കളും താനും പോലീസിലെ പുഴുക്കുത്ത് പുറത്തു കൊണ്ടുവരുമെന്നും അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന MR അജിത് കുമാർ ഇവിടെ മാത്രമല്ല കേരളം മുഴുവൻ ഒരുപാട് മനുഷ്യരെ ഇദ്ദേഹം പീഡിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. ഫോണിഞ്ഞെടുക്കാൻ കഴിയുന്നവര്. അതുകൊണ്ട് ഒരു സെന്റർ തന്നെ ഒരു വാട്സാപ്പ് പോയിന്റ് തന്നെ തുടങ്ങുക. എനിക്ക് പ്രിയപ്പെട്ട ജനങ്ങളോട് പറയാനുള്ളത് അനാവശ്യമായ കാര്യം ദയവായി ഇതിലേക്ക് അയക്കരുത്. പോലീസ് നടത്തിയ ഇത്തരത്തിലുള്ള ക്രിമിനലിസം, നിങ്ങൾക്ക് നീതി കിട്ടാതെ പോയത്, നിങ്ങൾ ഭയപ്പെട്ട് പറയാതിരിക്കുന്നത്, ജീവിക്കണോ മരിക്കണോ എന്ന് തീരുമാനിക്കാൻ കഴിയാതെ ആത്മഹത്യയിൽ വക്കിൽ നിൽക്കുന്നത്, പോലീസ് നടത്തിയ അതിക്രമത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത കേസുകൾ, മുഖ്യമന്ത്രി സൂചിപ്പിച്ച ആ പുഴുക്കുത്തുകളെ തേടിയുള്ള യാത്രയിലാണ് PV അൻവറും കേരളത്തിലെ സഖാക്കളും. ഞാൻ ഒറ്റക്കല്ല, ഒരുപാട് ആളുകൾ ഇതിന് തെളിവ് വരുന്നുണ്ട്. സംസ്ഥാനത്തെ എല്ലായിടത്തും സഖാക്കൾ ഇതുമായി ഇത്തരത്തിലുള്ള കേസുകൾ ബന്ധപ്പെടുന്നുണ്ട്. അതിനൊരു വഴി തുറക്കുകയാണ്. ഈ പറയുന്ന ചങ്ങാതി നൊട്ടോറിയസ് ക്രിമിനലാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ പുഴുക്കുത്തുകളിൽ എത്ര പേരുണ്ട്? ഇവരുടെ പണിയെന്ത്? ഇവരെത്ര സ്ത്രീകളെ പീഡിപ്പിച്ചിട്ടുണ്ട്? എത്ര സ്ത്രീകളെ ഇവർ കൈവശം വെച്ചിട്ടുണ്ട്? ഈ സ്ത്രീകളിൽ നിന്ന് പണം അടിച്ചു മാറ്റിയിട്ടുണ്ടോ? ചില പോലീസ് ഓഫീസർമാരൊക്കെ സ്ത്രീകൾക്ക് പൈസ അങ്ങോട്ട് ഓഫർ ചെയ്തിട്ടുണ്ട്. എന്തിനറിയോ? വെറുതെ അവനെ അക്കൗണ്ടിൽ ഇടാൻ യാതൊരു മാർഗവുമില്ല. നിങ്ങളിട്ടോ, നിങ്ങൾ മാസത്തിൽ 5000-10000 നിങ്ങളെ ചെലവിന് എടുത്തോ, എനിക്ക് ആവശ്യം ഉണ്ടാവുമെന്ന് ഞാൻ പറയാം. എങ്ങനെയുണ്ട്? പൈസ കൊണ്ട് പൂഴ്ത്തി വെച്ചെടുത്ത് നിറഞ്ഞ് കവിഞ്ഞിട്ട് 5 ലക്ഷം 10 ലക്ഷം എന്റെ അക്കൗണ്ടിൽ ഇട്ടോ, നീ മാസത്തിൽ 5000-10000 എടുത്തോ. വെറുതെ പറയല്ല. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വരട്ടെ, ആൺകുട്ടികൾ വരട്ടെ അന്വേഷിക്കാൻ. ആൺകുട്ടികൾ വരണം. ഈ അന്വേഷണത്തെ ആരെങ്കിലും അട്ടിമറിക്കാൻ, ആരെങ്കിലും ദുരുദ്ദേശമായിട്ട് ഈ ഇൻവെസ്റ്റിഗേഷനിൽ കളിച്ചാലുണ്ടല്ലോ, നമുക്ക് നോക്കാം. അപ്പൊ ഈ വിഷയം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. കാരണം ഇനി പറയാൻ കുറെ ഉണ്ട്. പോട്ടന്മാരെ ആകെ പോറടിച്ചിരിക്കുക. നിങ്ങൾക്ക് ആകെ വേണ്ട രാഷ്ട്രീയം. നാട് കുട്ടിച്ചോറായാലും വേണ്ടില്ല എന്ന് വിചാരിക്കുന്ന പറയുന്നില്ല. പോട്ടെ, നമ്മൾ അങ്ങോട്ട് ആര് പറഞ്ഞു? റിപ്പോർട്ട് ചെയ്യേണ്ട DGPക്കാണ്. ആരാ പറഞ്ഞു DGP അജിത് കുമാറിന്റെ റിപ്പോർട്ട് ചെയ്യാൻ? അല്ല, ആയിക്കോട്ടെ, അദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങളോട് ആരാ പറഞ്ഞു? എന്റെ പ്രിയ സഹോദര, ഞാൻ 4 ദിവസമായിട്ടില്ല, 3-4 ദിവസമല്ലേ പരിശോധന കൊടുത്തിട്ട്. 3-ാമത്തെ ദിവസം ഒരു IPS ഓഫീസറെ സസ്പെൻഡ് ചെയ്തില്ല. ഇന്ന് എന്റെ അടുത്ത് സമയം ചോദിച്ചാൽ ആര് IG ഇന്നലെ പറ്റുമോ? ഇന്ന് സാറ്റർഡേ അല്ലേ? ഫ്രൈഡേ, സോറി. ഇന്ന് പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്റെ ഈ പണികളൊന്ന് പൂർത്തിയാണ്. ആൾ വരുമ്പോൾ എന്തെങ്കിലും താരത്തിൽ വെച്ച് കൊടുക്കണ്ടേ? അപ്പൊ ഞാൻ അതിന്റെ പണിയിലായതുകൊണ്ട് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഞാൻ പ്ലീസ്, ഞാൻ കുറച്ച് നിങ്ങളോട് പറയാനുള്ള കാര്യത്തിന്റെ പണിയിലാണ്. 1-2 ദിവസം കൂടി എക്സ്റ്റൻഷൻ തരണം, നമുക്ക് സാറ്റർഡേ ഇരിക്കാന്ന് പറഞ്ഞു. അദ്ദേഹം വരുന്നുള്ളൂ. അദ്ദേഹം നല്ലൊരു ഓഫീസറാണ്. ഞാൻ കേൾക്കുന്നു. തെളിവ് ഞാനല്ലേ കൊടുക്കുന്നത്. ഇവിടെ എന്താ പറയാ, ഇതിന്റെ സൂപ്പർവൈസ് ചെയ്യേണ്ടത് DIG അല്ലേ? അദ്ദേഹം സത്യസന്ധമായി ചെയ്യുമെന്നാണ് ഞാൻ ഇപ്പൊ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് നോക്കാം. അല്ല, നമ്മൾ സ്വാധീനിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഒപ്പത്തിനൊപ്പല്ലേ. നമ്മൾ ഓരോ തെളിവ് അവർക്ക് കൊടുക്കും, അപ്പൊ തന്നെ നിങ്ങൾക്ക് തരും.